നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയാകും. ഇന്ന് ചേർന്ന KPCC നേതൃയോഗത്തിലാണ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. KPCC തീരുമാനം AICCയെ അറിയിക്കും. അതിനുശേഷം സ്ഥാനാർത്ഥിയെ ഇന്നു തന്നെ AICC പ്രഖ്യാപിക്കും. ചർച്ചയിൽ DCC അധ്യക്ഷൻ VS ജോയിയുടെ പേര് ഉയർന്നു വന്നെങ്കിലും ഷൗക്കത്തിന് തന്നെയായിരുന്നു മുൻഗണന. സംസ്ഥാന നേതാക്കൾ VS ജോയിയുമായി സംസാരിച്ചു. പാർട്ടി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ജോയ് ഉറപ്പു നൽകുകയാണ് ചെയ്തത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് PV അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും പാർട്ടി ആ നിർദ്ദേശം തള്ളുകയായിരുന്നു. അൻവറിന്റെ സമ്മതത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് നേതൃത്വം തീരുമാനം കൈക്കൊണ്ടതോടെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേര് മാത്രമാണ് ഉയർന്നു വന്നത്. UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കട്ടെ, അപ്പോൾ തീരുമാനം പറയാമെന്ന് PV അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. UDFും PV അൻവറും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് നേതാക്കൾ പറഞ്ഞത്. താൻ UDFന് പുറത്താണ് എന്നല്ലേ ഇതിനർത്ഥം? പ്രതീക്ഷകൾ ഒന്നും വെച്ച് പുലർത്തുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി മുന്നോട്ട് പോയാൽ മതിയല്ലോ. സ്ഥാനാർത്ഥിയെ UDF തീരുമാനിക്കട്ടെ എന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. നിലമ്പൂരിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് നിർത്തേണ്ടത്. എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ ലഭിക്കുന്ന നേതാവിനെ നിർത്തണം. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിന് നല്ലത്. UDFനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണിത്. പിണറായിയുടെ മുമ്പിൽ ഒരു പരാജയത്തിന് തലവെച്ചു കൊടുക്കാൻ തനിക്ക് ആലോചിക്കാനാകില്ല. ആ നിലയ്ക്ക് ഇക്കാര്യത്തിൽ ആലോചന നടക്കണം. തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള വലിയ നേതാക്കളാണ് UDFിലുള്ളത്. ആലോചിച്ചുള്ള വളരെ നല്ല തീരുമാനം UDFിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും PV അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം LDF സ്ഥാനാർത്ഥിയായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റുമായ U ഷറഫ് അലിയുടെ പേരാണ് മുൻഗണന. നാളെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഷറഫ് അലിക്ക് പുറമെ DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ, ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. CPMും LDFും സ്ഥാനാർത്ഥി സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് UDFിലെ സ്ഥിതിഗതികളും ഇടതുമുന്നണി നിരീക്ഷിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ശേഷം അക്കാര്യം കൂടി പരിഗണിച്ചാകും LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പാലക്കാട് മാതൃകയിൽ UDFിൽ നിന്നും ആരെയെങ്കിലും ലഭിച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. മത്സരിക്കുന്നത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ ഔദ്യോഗികമായി തന്നോട് ആരും സംസാരിച്ചിട്ടില്ലെന്ന് U ഷറഫ് അലി പറഞ്ഞു. തന്നോട് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടി അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അപ്പോൾ തീരുമാനം അറിയിക്കാമെന്നാണ് ഷറഫ് അലി പറഞ്ഞത്. ഇടതുമുന്നണി അംഗമായിരുന്ന PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ജൂൺ 19-നാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 23-ന് നടക്കും. 4 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലുള്ള ഉപതെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണിത്. വന്യജീവി സംഘടനയുമായി ബന്ധപ്പെട്ട് താൻ മുന്നോട്ട് വെച്ച വിഷയം നന്നായി ഏറ്റെടുത്ത് ചെയ്യാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥി VS ജോയി ആണെന്ന് അൻവർ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ക്രിസ്ത്യൻ UDF MLA പോലുമില്ല. 20% പ്രാതിനിധ്യമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഒരു MLA പോലുമില്ല എന്ന വിഷയം അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ജോയിയുടെ പേര് നിർദ്ദേശിച്ചതെന്നും അൻവർ പറഞ്ഞു. താൻ ഒരു സാധാരണ പ്രവർത്തകനാണെന്നും സ്ഥാനാർത്ഥി നിർണയം പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വലിയ നേതാക്കളാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അൻവർ പറഞ്ഞു. നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏത് ചെകുത്താനാണെങ്കിലും തന്റെ പിന്തുണയുണ്ടാകും എന്നാണ് അൻവർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഉയർന്നതോടെ നിലപാട് മാറ്റി കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു അൻവർ. ഇടതുമുന്നണി അംഗമായിരുന്ന PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ജൂൺ 19-നാണ് ഉപതിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 23-ന് നടക്കും. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതിരഞ്ഞെടുപ്പാണിത്.